പ്രയാസമൊന്നുമില്ല, അദ്ദേഹത്തിന്റെ പ്രായം ഇതൊക്കെയുണ്ട്. പക്ഷെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, വർഗീയത പറയരുത്. ഗുരുദേവൻ എന്താണ് പറയരുതെന്ന് പറഞ്ഞത് അതാണ് അങ്ങ് പറയുന്നത്, പറയരുതെന്ന് പറഞ്ഞു. എന്റെ നിയോജക മണ്ഡലത്തിൽ 52% ഈഴവ വോട്ടുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ഞാനത് ആ സമുദായത്തിന്റെ നേതാവിനോട് ഞാനത് പറഞ്ഞത്. റിസ്ക് ഉണ്ട്, പേഴ്സണൽ റിസ്ക് ഉണ്ട്. പക്ഷെ എനിക്ക് അതിലും വലുത് അതാ എൻ്റെ നിലപാടായിരുന്നു. അതിലും വലുത് എന്നോട് ഒരുപാട് പേര് പറഞ്ഞു, ഇത്രയും കട്ടിക്ക് പറയല്ലേ എന്ന് പറഞ്ഞു. ഞാൻ ഒരു വർത്തമാനം കൂടി പറഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞ് ചിലർ വരും. അപ്പൊ ഞാൻ പറഞ്ഞു, വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചാൽ മതി, വർഗീയത പറയരുതെന്ന് പറയും അവരുടെ മുഖത്ത് നോക്കി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓഡിയൻസ് ശ്രദ്ധിക്കുകയായിരുന്നു. ചെറുപ്പക്കാരൻ്റെ വലിയ അപ്ലാസ് ആയിരുന്നു. ചെറുപ്പക്കാരൻ അവരിങ്ങനെ 2 കൈയും ഉയർത്തിയിട്ടാണ് അതിനോട് പ്രതികരിച്ചത്. ഇപ്പൊ ഞാൻ കരുതുന്നു കേരളത്തിലെ ഒരു ചെറുപ്പക്കാരുടെ വലിയ ടേൺ ഔട്ട് 2 കാരണം കൊണ്ട് UDF ഉണ്ടായി. ഒന്ന്, ഞങ്ങളുടെ സെക്കുലർ സ്റ്റാൻഡ്. 2, ഞങ്ങൾ ഭാവി കേരളത്തെക്കുറിച്ച് സംസാരിച്ചവരിലുണ്ടാക്കിയ പ്രതീക്ഷ. നല്ല മെജോറിറ്റി ചെറുപ്പക്കാർ UDFനോട് വോട്ട് ചെയ്തേക്കും. ഇന്നിപ്പോൾ വിജയമായി, വലിയ ജനവിധിയാണ്. ആ ജനവിധി നൽകിയ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ കഴിയുമ്പോൾ സാധാരണ കോൺഗ്രസിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുണ്ടാകുന്ന കോലാഹലങ്ങൾ അറിയാം. സ്ഥാനാർത്ഥി നിർണയത്തിൽ സാധാരണയിൽ കുറവായിരുന്നു, ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വലിയ ജനവിധി തന്ന ജനങ്ങളുടെ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ നാളെ മുതൽ UDFന് കഴിയും. ബാധ്യതയുണ്ടല്ലോ, ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി നൽകിയതല്ലേ. തമ്മിൽ തല്ലി പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അവർ പരിഹസിക്കില്ലേ. അതിനകത്ത് ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചു. ഞാനതുകൊണ്ടാണ് ടീം UDF എന്ന് പറയുന്നത് 140 സീറ്റുകൾ വിഭജിച്ചപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു അവസരം ഉണ്ടായില്ല. ഞങ്ങൾക്ക് 3 സീറ്റ് ഘടകകക്ഷികൾ കൂടുതൽ തന്നു. കോൺഗ്രസിന് സമീപകാലത്തൊന്നും തന്നിട്ടില്ല, കൂടുതൽ തന്നു. എന്നിട്ടൊരു അവസരം ഉണ്ടായില്ല. ചില കക്ഷികൾക്ക് സീറ്റ് കൊടുക്കാൻ പറ്റിയില്ല. നമ്മൾ അവരോട് സംസാരിച്ചു, അവരെ ബോധ്യപ്പെടുത്തി. ഒരാൾ പോലും പുറത്തു വന്ന് ഒരു പറഞ്ഞിട്ടില്ല. അത് വലിയ നേട്ടമായിരുന്നു. ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ദേശീയ പാർട്ടിയാണ്, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് ചെയ്യും. അപ്പം ഞങ്ങളെല്ലാവരും ചേർന്ന് സംസാരിച്ച് അതൊരു വിവാദമൊന്നും ആക്കാതെ, കുഴപ്പമൊന്നും ആക്കാതെ ചെയ്യും. ഇപ്പോഴേക്ക് ചെറുതുണ്ടായാൽ മതിയല്ലോ. അപ്പോഴേക്കും സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ അതിങ്ങനെ ഊതിപ്പെരുപ്പിച്ച് കുറേ കൂടി വലുതാക്കുമല്ലോ. പഴയ കാലമല്ലല്ലോ, പണ്ടത്തെ പോലെയല്ല. പണ്ടൊന്നും അങ്ങനത്തെ വിവാദങ്ങളല്ല. ഇപ്പോൾ ഉള്ളത് ഇല്ലാത്തതൊക്കെയാണ്. ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അന്തം വിട്ടുപോകും. ഇങ്ങനത്തെ സംഭവമില്ല. പക്ഷെ മത്സരിച്ച് വാർത്ത കൊടുക്കണം ചിലർ. ഒരു അൺഎത്തിക്കലായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനം കേരളത്തിൽ നടക്കുന്നുണ്ട്. ഞാൻ ഏഷ്യാനെറ്റ് പോലുള്ള മുഖ്യധാര മാധ്യമങ്ങളോട് ഞാൻ നിങ്ങളോടൊക്കെ പേഴ്സണലായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങളാരും അവരെ പുറകെ പോരും. അൺഎത്തിക്കലാണ്. റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി എന്ത് വൃത്തിയോടും പറയുന്ന ഒരു തരത്തിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഒരു വിശ്വാസ്യതയുണ്ട് ഇല്ലേ കേരളത്തിൽ? ആ മുഖ്യധാര മാധ്യമങ്ങൾ ഈ പറയുന്ന അണറ്റിക്കലായിട്ടുള്ള മാധ്യമങ്ങളുടെ പുറകെ അവരെന്താണ് ചെയ്യുന്നതെന്ന് കണ്ട് റേറ്റ് കൂട്ടാൻ പുറകെ പോകരുത്. അത് കേരളത്തെ കേരളത്തെ ഇല്ലാതാണ്. നമുക്ക് പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യാൻ പറ്റില്ല. പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിലരൊക്കെ കൊടുക്കുന്ന വാർത്ത കണ്ട് നമ്മൾ തലയിൽ കൈവച്ചു. ഒന്നുമില്ലാതെ ആകാശത്ത് നിന്നിങ്ങനെ ഭസ്മം ഉണ്ടാക്കുന്ന പറഞ്ഞ പോലെ ആകാശത്ത് നിന്നാണ്, ഏറി നിന്നാണ് വാർത്ത ഉണ്ടാക്കുന്നത്. ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല. ചില വാർത്ത എന്നിട്ട് അതും വെച്ച് ചർച്ചയാണ് ചില കാര്യങ്ങൾ നടക്കുന്നത്. അത് കേരളത്തിന് നല്ലതല്ല. ഇപ്പോൾ UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ചെയർമാനായ ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലാണ്. 5 വർഷം മുമ്പ് രണ്ടാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ UDFന്റെ അംഗസംഖ്യ കുറയുകയായിരുന്നു, കോൺഗ്രസിന്റെയും കുറയുകയായിരുന്നു. അവിടെ നിന്നാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ എണ്ണത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നത്, UDF ഈ 100 കടക്കുന്നത്. ഒരു നാച്ചുറൽ ചോയ്സ്. മുഖ്യമന്ത്രി ആരാവണമെന്ന് ആലോചിച്ചാൽ അതിൻ്റെ ഒരു സ്വാഭാവിക ഉത്തരം ശ്രീ VD സതീശന് തന്നെ. അല്ല, അതിനൊരു നടപടിക്രമമുണ്ട്. നമ്മളത് ക്ലെയിം വയ്ക്കുന്നതിലെ അർത്ഥമില്ല. പാർട്ടിക്കൊരു ദേശീയ പാർട്ടിയാണ്, ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം അനുസരിച്ചുള്ള ഒരു പ്രൊസീജിയർ വെച്ചിട്ട് അവർ തീരുമാനിക്കട്ടെ. ഞാൻ അതിനെക്കുറിച്ച് Let TerraBox help you